എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്താവിഷയം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചിന്തകളിൽ അഞ്ചാമതായി നാം ചിന്തിക്കുന്ന ചിന്തയാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലെ പ്രജകൾ എന്ന നിലയിൽ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് നാം കരുണയുള്ളവർ ആയിരിക്കണം എന്നാണ്. പുറപ്പാട് 34-ാം വാക്യം. യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ. കരുണ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അർഹതയുള്ളത് തരാതിരിക്കുന്നതാണ് കരുണ. കൃപ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അർഹതയില്ലാത്തിടത്ത് ലഭിക്കുന്നതാണ് കൃപ. നമുക്ക് അർഹതപ്പെട്ടത് നരകമാണ്, കാരണം നമ്മളെല്ലാവരും പാപികളാണ്. റോമർ 3:23. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നമ്മുടെ പാപം പരിഹരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് സ്വർഗം അവകാശമാക്കി തന്നിരിക്കുന്നു. നമുക്ക് അർഹതപ്പെട്ട നരകം നമുക്ക് തരാതെ നമ്മുടെ കർത്താവ് നമ്മോടുള്ള കരുണ നിമിത്തം നമ്മുടെ നരകം നമ്മുടെ കർത്താവ് ക്രൂശിൽ ഏറ്റെടുത്തു. ക്രൂശിൽ യേശുക്രിസ്തു നരകശിക്ഷ തന്നെയാണ് വഹിച്ചത്. നരകത്തിൻ്റെ സകല അനുഭവവും നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ വിടുവിച്ചു. അതാണ് കരുണയെന്ന് പറയുന്നത്. നമുക്ക് അർഹതയില്ലാത്തിടത്ത് നൽകി തരുന്നതാണ് കൃപ. നമുക്ക് അർഹതയില്ലാത്തത് സ്വർഗമാണ്, കാരണം നമ്മൾ പാപികളാണ്. എന്നാൽ പാപം പരിഹരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് സ്വർഗം അവകാശമായി തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനാണ്. കർത്താവ് എന്ത് പഠിപ്പിച്ചിട്ടുണ്ടോ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് മാത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കർത്താവ് മഹാകരുണയുള്ളവനായതുകൊണ്ട് നമ്മളും കരുണയുള്ളവരായിരിക്കണം. എങ്കിലേ നമുക്കും കരുണ ലഭിക്കുകയുള്ളൂ. കർത്താവ് നമ്മോട് കാണിച്ച കരുണ എന്താണെന്ന് എഫേസ്യ ലേഖനം 2-4 വാക്യത്തിൽ കാണുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരും പിശാചിൻ്റെ വഴിയെ നടന്നവരും നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചവരും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചവരും കോപത്തിൻ്റെ മക്കളും ആയിരുന്നുവെന്ന് 1 മുതൽ താഴോട്ടുള്ള വചനങ്ങളിൽ കാണുന്നു. നമ്മൾ ഇങ്ങനെയുള്ളവരായിരുന്നിട്ടും നമ്മുടെ കർത്താവിൻ്റെ കരുണയുടെ സമ്പന്നത നിമിത്തം നമ്മെ നരകത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗത്തിൻ്റെ അവകാശികൾ ആക്കി തീർത്തു. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നത് നമ്മൾ മനസ്സലിവുള്ളവർ ആയിരിക്കണമെന്നാണ്. ലൂക്കോസ് 6:36. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവിൻ. നാം നമ്മുടെ കരുണ മനസ്സിൽ കൊണ്ടു നടക്കാതെ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് നമുക്ക് കരുണ ലഭിക്കുകയുള്ളൂ. മത്തായി 12:7 എങ്ങനെ കാണുന്നു: യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ കരുണയുള്ളവർ ആയിരിക്കണം എന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. അതായത് തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാതെ ജീവിച്ചിട്ട് ഓടിവന്ന് ദൈവസന്നിധിയിൽ എത്ര ആത്മാർത്ഥതയോടെ എത്ര താല്പര്യത്തോടെ ആരാധിച്ചാലും പ്രാർത്ഥിച്ചാലും ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നതല്ല, സ്വീകരിക്കുന്നതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് കരുണയുള്ളവരായി ജീവിക്കണം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം.
കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. നാം കരുണയില്ലാത്ത നിർഭാഗ്യവാന്മാരായി തീരാതെ കരുണയുള്ള ഭാഗ്യവാന്മാരായി തീരുവാൻ കർത്താവ് നമ്മയും സഹായിക്കട്ടെ. ആമേൻ.